കേരളത്തിൽ ഭീതി വിതച്ച കുറുവ സംഘത്തിന്റെ കവർച്ചാ കേസുകളിലെ വിധി ഇന്നുണ്ടായേക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ദിവസമാണ്. ആലപ്പുഴ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് 3 കേസുകളിൽ ഇന്ന് വിധി പറയുക. സംഘത്തലവൻ കാട്ടുപൂച്ചൻ, സന്തോഷ് സെൽവം എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ. മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന മോഷണമാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം കുറുവ സംഘത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കേസ്. ഇതിന് പുറമെ മറ്റ് 2 കേസുകളിലും വിചാരണ പൂർത്തിയായതോടെയാണ് 3-ലും ഇന്ന് വിധി പറയുന്നത്. സജോ ദേവസ്യാണ് നമുക്കൊപ്പം ചേരുന്നത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. സജോ, ഗുഡ് മോർണിംഗ്. കുറുവ സംഘത്തിന്റെ ആ ഒരു ഭയം അതിന്നും ഉള്ളിലുണ്ട്, നമ്മൾ മറന്നിട്ടില്ല. വേണ്ടി വന്നാൽ വീട്ടുടമസ്ഥരെ കൊന്നിട്ട് പോലും മോഷണം നടത്താൻ തക്കവണ്ണം ക്രൂരന്മാരായിട്ടുള്ള കള്ളന്മാർ തമിഴ്നാട്ടിൽ നിന്ന് അവർ വരികയായിരുന്നു. കേരളമാകെ കുറച്ചധികം ദിവസങ്ങൾ ഭയത്തോടുകൂടിയാണ്, ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. പിന്നീട് പ്രതികളെ പിടികൂടിയപ്പോഴാണ് വലിയൊരു ആശ്വാസം ഉണ്ടായത്. അപ്പോൾ കോടതിയിൽ നിന്ന് ഇന്ന് വിധി പ്രതീക്ഷിക്കാമോ? എത്ര മണിക്ക് ആ ഒരു വിധി ഉണ്ടാവും? അതോടൊപ്പം തന്നെ ഈ പ്രോസിക്യൂഷനും പ്രതിഭാഗവും ഒക്കെ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് സച്ചിൻ? ഷിഹാസ്, കേരളം കുറച്ചധികം നീണ്ട ഒരു കാലം വലിയ ആശങ്കയോടുകൂടി കേട്ടതും ചർച്ച ചെയ്തതും അന്വേഷണം നടത്തിയതും ഒക്കെയായ കേസായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അതായത് കുറുവ സംഘത്തിന്റെ സാന്നിധ്യം ഉണ്ടാക്കിയ വലിയ ഭീതിയും ഏറെ നാൾ നമ്മെ സംബന്ധിച്ച് വലിയ ആശങ്ക പകർന്നതാണ്, ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്ക പകർന്നതാണ്. അതിന് പിന്നാലെയാണ് ആ വിഷയത്തിൽ ഒരു കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടാവുകയും പ്രതികളിലേക്ക് എത്താൻ കഴിയുകയും ചെയ്തത്. അതിൽ 3 കേസുകളാണ് ആലപ്പുഴയിൽ രജിസ്റ്റർ ചെയ്യുകയും അവയിൽ വിചാരണ പൂർത്തീകരിക്കുകയും ചെയ്തത്. അപ്പോൾ ആലപ്പുഴ കോടതി ഇന്ന് 11 മണിയോടുകൂടി ഈ കേസിൽ വിധി പറയും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. കുറ്റക്കാരാണോ അല്ലയോ എന്ന കാര്യമായിരിക്കും ഉണ്ടാവുക എന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒരു ഫൈനൽ ഹിയറിംഗ് ഉണ്ടാകും. അതിനുശേഷം ഒരുപക്ഷെ ഇന്ന് കുറ്റക്കാരാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഒരു വിധി പ്രസ്താവം ഉണ്ടാകും. തുടർന്ന് ശിക്ഷാവിധി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കും. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അതല്ലെങ്കിൽ ശിക്ഷാവിധി എന്ന് സംബന്ധിച്ച് ഡേറ്റ് തീരുമാനിക്കുകയും ചെയ്യും. ഇതാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമുണ്ട്. കാരണം വളരെ ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ അന്വേഷണ സംഘം വലിയ തോതിൽ ശ്രമകരമായി പണിപ്പെട്ട് ആണ് ഇതിന്റെ തെളിവുകൾ തയ്യാറാക്കിയത്, പ്രതികളിലേക്ക് എത്തിയത്. കാരണം ഈ സംഘം എവിടെ നിന്ന് വരുന്നു, എങ്ങനെ ഇതിന്റെ മോഡസ് ഓപ്പറാൻഡി എന്നെ സംബന്ധിച്ചൊക്കെ വിശദമായ ചർച്ചകൾ ആ ഘട്ടത്തിൽ ഉണ്ടായതാണ്. അപ്പോൾ ശാസ്ത്രീയമായ കുറ്റപത്രം, തെളിവുകളോടുകൂടി തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രോസിക്യൂഷന്റെ ഒരു ആത്മവിശ്വാസം. അതുകൊണ്ട് ഈ കാര്യത്തിൽ ആസൂത്രിതമായ ഒരു കുറ്റകൃത്യം എന്നത് ഒരു നാടിനെതിരായ കുറ്റകൃത്യം എന്നതുകൂടിയായി പരിഗണിക്കേണ്ടതുണ്ട് എന്നതാണ് പ്രോസിക്യൂഷന്റെ ഇക്കാര്യത്തിൽ ഒരു നിലപാട്. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞു. ഒപ്പം അത് വിതച്ച ഭീതി, നാട്ടിലുണ്ടാക്കിയ ആശങ്ക, ക്രമസമാധാനത്തിൽ അത് വരുത്തിയ ഭീഷണി എന്ന് തുടങ്ങി അങ്ങോട്ടേക്ക് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് നിരവധി കാരണങ്ങൾ നിരത്താനുണ്ട്. അതുകൊണ്ട് ഈ കുറ്റകൃത്യം സംബന്ധിച്ച് പരമാവധി ശിക്ഷ നൽകണം എന്ന ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസം എന്നാണ് നേരത്തെയൊക്കെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണമായി പുറത്തു വന്നത്. അപ്പോൾ ഇന്ന് 11 മണിയോടുകൂടി കുറുവ സംഘത്തിന്റെ വിധി എന്നത് സംബന്ധിച്ചൊരു വ്യക്തത കൈവരുമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി സച്ചിൻ.